അപ്പോഴേ ഇന്ന് നല്ല വാശിയോടെ സംസാരിക്കാൻ പോവാം കേട്ടോ. വാശി, വൈരാഗ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ വാശിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതാട്ടോ, നല്ല വാശിയോടെ അങ്ങോട്ട്. അവൾ ഭയങ്കര വാശിയാന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അവൻ എന്തൊരു വൈരാഗ്യം, അവന് ആ വൈരാഗ്യം മാറിയിട്ടേ ഇല്ല എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇതെന്താ ഈ വാശി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ അങ്ങ് അറ്റം വരെ വലിയ വലിയ സയൻറ്റിസ്റ്റായിട്ടുള്ള പോക്കൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ നാട്ടിൻപുറത്ത്, എൻ്റെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ വാശി എന്താ? ചേട്ടാനിയന്മാർ തമ്മിലുള്ള വഴക്ക്, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക്, പിന്നെ എന്താ പറയുക, ബന്ധുക്കളായിട്ടുള്ള വഴക്ക്, അയൽപക്കക്കാരായിട്ടുള്ള വഴക്ക്, ഇതൊക്കെയാണ് നമ്മളുടെ വാശി എന്ന് പറയുന്നത്. സത്യമല്ലേ? അല്ലാതെ നമ്മൾ വേറെ കാട് കയറി ചിന്തിക്കാനൊന്നും പോവില്ല. വല്ലയിടത്തൊക്കെ ചെന്ന് നമ്മളിവിടെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പക്ഷെ അത്യാവശ്യം വാശിയൊക്കെ തെറ്റില്ലാന്നൊക്കെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ അങ്ങ് വളരെ ഇതായിപ്പോയി. എങ്ങനെയാണ് വാശി? എല്ലാവരും പറയും നമ്മൾ വാശി പാടില്ല, വൈരാഗ്യം പാടില്ല, എല്ലാവരും സമന്മാരാണ് എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ. അവർക്ക് വാശി കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാണിച്ചുകൂടെ? നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. അതാണ് സംഭവം. ചിലവരുടെ വാശി എന്താ അറിയാമോ? നമ്മൾ ഇപ്പോൾ വീടുകളിൽ ഞാൻ കാര്യം പറയാം. സാധാരണ നമ്മുടെ വീട്ടുകാരിൽ ഇപ്പോൾ ചേട്ടാനിയന്മാർ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഇനി ആരും പേരൊന്നും എടുത്ത് പറയണില്ല. അവൻ അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു, അവൻ എൻ്റെ വീട്ടിൽ വന്നില്ല, ഇനി ഞാൻ അവൻ്റെ വീട്ടിലേക്കും പോകില്ല. അതാ വാശി നമ്പർ 1. അതാണ് വാശി. ചിലപ്പോൾ ദൂരെയുള്ളവരാരെങ്കിലും വന്നിട്ടുണ്ടാവും, അവരുടെ വീട്ടിൽ മാത്രം പോകണമല്ലോ, എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ. അതൊരു വാശിയായി. അപ്പം ഇനി അടുത്ത പ്രാവശ്യം അങ്ങോട്ടേക്കും പോവില്ല, അപ്പം അതൊരു വാശിയായി. പിന്നെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വൈരാഗ്യമൊക്കെ അതൊക്കെ വരും. കാരണം നമ്മളിതൊക്കെ പറയും. നമ്മൾ അങ്ങനെ മഹാന്മാരൊന്നും അല്ലല്ലോ അല്ലേ, നമ്മൾ ഈ സാധാരണക്കാരല്ലേ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതും ഒരു വ്യക്തി മുഖാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും, ഒരു വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടാവും. അതൊന്നും മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല എന്നേ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറും ഒരു ഇതായി പോകില്ലേ, എന്താ പറയണ, ഒന്നും അറിയാത്തൊരു ഇതായി പോകും. നമ്മളൊന്നും അവരെന്ത് ചെയ്താലും എന്ത് ചെയ്തോട്ടെ, എങ്ങനെ ചെയ്തോട്ടെ, നമ്മൾ ഒരു കാരണത്തടിച്ചാൽ മറു കാരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മുടെ തത്വങ്ങളിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും പറ്റൂല. ഇപ്പോൾ ചില വീടുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കശപിശയൊക്കെ ഉണ്ടാവും. അത് സർവ്വസാധാരണമാണ്. പിന്നെ അത് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കൊക്കെ ആകുമ്പോൾ പിന്നെ വാശിയായി. അവിടെയാണ് വാശി തുടങ്ങണത്. കൂടുതലും ബന്ധുക്കൾ തമ്മിലാണ്. അയൽപക്കക്കാരൊന്നും അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ കാരണം ഒന്നുമില്ലെങ്കിലും ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസം മിണ്ടാതിരിക്കും എന്നല്ലാതെ ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് ഓടിച്ചെല്ലണം നമ്മൾ അയൽപക്കത്തേക്കല്ലേ. പക്ഷെ ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാണ്ടല്ലോ, അത് പോവില്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചാലും എത്ര പാവമായിട്ടിരുന്നാലും പക്ഷെ ആ ഒരു മനസ്സിലൊരു കരട് വീണാണ്ടല്ലോ പിന്നെ അത് പോവില്ല. അത് നമ്മുടെ മനസ്സിൽ, അത് നമ്മളുടെ എന്താ പറയുക, ദൈവം തന്നേക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അത് അല്ലാതെ അത്ര തത്വജ്ഞാനിയായിട്ടോ അല്ലെങ്കിൽ പാവമായിട്ടൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിലും ഉണ്ടാവണതില്ലേ. അതൊക്കെ വാശിയില്ല, വൈരാഗ്യവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഇനി ഭൂമി ഒന്നും കൂടി ഉണ്ടാവണം. അല്ലാതെ ഇനിയൊന്നും അങ്ങനെയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ പ്രഭാഷണങ്ങളിലൊക്കെ പറയാറില്ലേ, മനസ്സിൽ വൈരാഗ്യം പാടില്ല, അത് പാടില്ല, നെഗറ്റീവ് ചിന്തകൾ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ശരിയാവും. പിന്നെ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, തീർന്നു. നമ്മൾ ആ കേട്ട പ്രഭാഷണമൊക്കെ മറന്നു പോകും. പിന്നെ അവിടെ അടിയായി പിടിയായി അല്ലെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിൽ തല്ലായി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെ വാശി വൈരാഗ്യം ഒന്നും പാടില്ല എന്നൊക്കെ പറയാൻ ഞാൻ പറയുക, അതുപോലെ നല്ല കുടുംബമായിരിക്കണം. അതിനൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്യണം. ഞാൻ പറയുകയാണെങ്കിൽ അതാണ്, ഭാഗ്യം ചെയ്ത കുടുംബമാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കി ഒന്നും രണ്ടും പറഞ്ഞാലും വീണ്ടും അത് ഏറ്റുപിടിച്ച് പറയാതെ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് പറയാതെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഭാഗ്യമുള്ള കുടുംബമായിരിക്കണം. ആ ഭാഗ്യമുള്ള അച്ഛനും അമ്മയ്ക്കാണ് ഭാഗ്യമുള്ള മക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ, വഴക്കൊന്നും ഇല്ലാത്ത രീതിയിൽ. അതൊക്കെ നമുക്കും പ്രതീക്ഷിക്കാം, ഇനിയുള്ള ഒരു തലമുറയെങ്കിലും അങ്ങനെ വരട്ടെ എന്ന്. കാരണം ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ല, ഒക്കെ മൊബൈൽ നോക്കിയിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ പകുതി വഴക്ക് ഉണ്ടാവില്ല. പണ്ട് ഒന്നുമില്ലല്ലോ, ഈ മൊബൈലില്ല, ടി വി ഇല്ല, ഒന്നുമില്ലാത്ത കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ 2 പ്രാവശ്യം നോക്കി 3-ാമത്തെ പ്രാവശ്യം എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം വരും, അവിടെ വഴക്കാവും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം എല്ലാം
മൊബൈൽ നോക്കിയിരിക്കണ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ പിന്നെ വഴക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതാ പറഞ്ഞു, ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെയായിരിക്കും. ഒക്കെ ഒരു കാണുമ്പോഴുള്ളൊരു ഹായ് പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇരിക്കും. ശരിയല്ലേ? അത് പറയണം കേട്ടോ. ഇതിങ്ങനെയൊക്കെ ആണോ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ എന്ന് പറയണം കേട്ടോ. ഈ കൂടുതലും വാശി എന്ന് പറയുന്നത്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നു, അവിടെയാണല്ലോ ഈ കുടുംബക്കാർ മൊത്തം കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ടൊക്കെ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ അങ്ങനെ പൊട്ടിമുളച്ച് വരും. അതൊരു നിമിത്തമാണ് എല്ലാവർക്കും. അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് മിക്ക വീടുകളിലും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വാശിയും വൈരാഗ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ശരിയാണ്, അത് ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ, നീ കഴിഞ്ഞത് കഴിഞ്ഞു, നീ മറന്നേക്കി എന്ന് ചിലവർ പറയും. ശ്രദ്ധിച്ചിട്ടില്ലേ? പറയണൊക്കെ പറയും, എന്നിട്ട് പറയും, സോറി ഇട്ടോടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അല്ലെങ്കിൽ സോറി ഇട്ടോടി, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ എത്രയൊക്കെ മറന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു സൈഡിൽ ഒരു തരിയെങ്കിലും ആ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. എത്രയൊക്കെ പിന്നെ നമ്മൾ അവരെ കാണുമ്പോൾ എത്രയെല്ലാം ചിരിച്ചാലും നമ്മുടെ മനസ്സിൽ ആ ഒരു തരി ഉള്ളത് കാരണം ആ ചിരിയിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ്. കാരണം എല്ലാവരും ഒരു യാന്ത്രികമായിട്ടുള്ള ചിരി എന്ന് വേണമെങ്കിൽ പറയാം. കാണുമ്പോൾ ഉള്ള ചിരി മാത്രമല്ല, അല്ലാതെ ആത്മാർത്ഥതയോടൊന്നും ആരും ചിരിക്കുകയൊന്നുമില്ല. ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാവണു, എന്തെങ്കിലും ഉണ്ടാവുകയാണ്, ചിലപ്പോൾ നമ്മുടെ വിഷമം നമ്മൾ ചിലപ്പോൾ ആരോടെങ്കിലും പറയും, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയും. ഒരു നല്ല വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യണേ, അത് കാര്യം മൂന്നാമൻ ഇടപെട്ട പ്രശ്നമാണെന്ന് നമുക്കറിയാം. മൂന്നാമൻ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ അവനും വേണമെങ്കിൽ അവൻ്റെ സമയം മോശമാണെങ്കിൽ അവനും ഔട്ടായി പോകും. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ അതിനൊരു മറുപടിയെങ്കിലും പറയാം. അല്ല, അങ്ങനെയാണ്, ഇങ്ങനെയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒരാളോട് പറയണു, നമ്മുടെ മനസ്സിനെ അത് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണല്ലോ ഈ വാശിയും വൈരാഗ്യമൊക്കെ വരുന്നത്. അല്ലാതെ ചുമ്മാ ഒരു കാരണമില്ലാതെ ഒരു ടി വി നോക്കുമ്പോൾ നമുക്ക് വാശി വരുമോ? അപ്പോൾ ആ വാശിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഷെയർ ചെയ്താൽ നമുക്കൊരു സമാധാനം കിട്ടുമെന്ന് കരുതി നമ്മൾ ആരോടെങ്കിലും പറയും. പക്ഷെ ആ കേൾക്കുന്നവനുണ്ടല്ലോ, അവൻ്റെ കയ്യിലാണ് നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ടെന്നുള്ള അറിയാൻ പറ്റുന്നത്. ചിലവർ നമ്മളിങ്ങനെ പറയണത് കേട്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അതിന് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം പറയണത്, നിൻ്റെ പേരിൽ തെറ്റുണ്ടാ, നീ അത് ചെയ്ത് തെറ്റായിപ്പോയി, നിനക്കൊന്ന് ആലോചിച്ച് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊന്നും പറയാതെ നമ്മൾ വിഡ്ഢികളെ പോലെ ചിലവരോട് നമ്മൾ ഇത് ഷെയർ ചെയ്യും. ഞാനിപ്പോൾ എന്താ ഇതിങ്ങനെ പറഞ്ഞതെന്നറിയാമോ? നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കിയും കണ്ടും ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഒക്കെ ആരുടെയെങ്കിലും ഷെയർ ചെയ്തിട്ട് തിരിച്ച് അവർ ഒരു റിയാക്ഷനും ചെയ്യുന്നില്ല, അവരുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, ഒരു നടപടികളും ഇല്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വാശിയുടെ പേരും പറഞ്ഞ് ഒരുത്തൻ്റെ അടുത്തും നമ്മുടെ വിഷമങ്ങൾ പറയാനും പോകണ്ട, നമുക്കെതിരെ നിന്ന് അവൻ്റെ വിഷമങ്ങളും പറയാൻ പോകാതിരിക്കുക ഭേദം. കാരണം എന്താ അറിയാമോ, ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ചിലവരായിട്ട് വാശിയും വൈരാഗ്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മൂന്നാമൻ, നമ്മൾ നല്ലവനാണെന്ന് വിശ്വസിച്ച് ചെല്ലുന്നവൻ ചിലപ്പോൾ ഊടായിപ്പായിരിക്കും. ഊടായിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, അവൻ അതിലപ്പുറമായിരിക്കും. ചിലപ്പോൾ അവർ തമ്മിലുള്ള രണ്ടുപേരുടെ എന്തെങ്കിലും കണ്ട് സന്തോഷിക്കുന്നവനായിരിക്കും ചിലവർ. അല്ലെങ്കിൽ എന്താ അറിയാമോ, അവൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും നടക്കട്ടെ, എന്തിനാ എൻ്റെ അടുത്ത് ഇതൊക്കെ വന്ന് പറയുന്നത്, അവൻ ഉള്ളിൽ പറയുന്നുണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഈ നമ്മൾ പറയുന്നതിന് എതിർത്തായിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു റിപ്ലൈ തരാതെ മിണ്ടാതെ കേൾക്കുന്നവൻ അങ്ങനെയുള്ളവനാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരുമാതിരി മനസാക്ഷിയുള്ളവനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ എന്തെങ്കിലും അവൻ്റെ വിഷമങ്ങൾ പറയുകയാണെന്ന് തോന്നുന്നവൻ സാധാരണ അവൻ എന്തെങ്കിലും അതിനൊരു മറുപടി പറയും. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ അവനവൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ മറ്റവൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങളായിരിക്കും, ലേഡീസായിരിക്കും, അവർ തമ്മിൽ എന്തെങ്കിലും ചെയ്താൽ അതിന് എന്തെങ്കിലുമൊക്കെ പറയാം. ഇതൊന്നും പറയാതെ മിണ്ടാതെ കേട്ടുകൊണ്ട് ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് ഓക്കെ ശരിയെന്നും പറഞ്ഞ് പോകുന്നവനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. ഇങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കമൻ്റ് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇട്ടോളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ വാശി വൈരാഗ്യം വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരാളോട് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് അല്പം വിശ്വാസം തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തരോടും പറയണത്. അത് എല്ലാവരോടും പറയില്ല, നമുക്ക് കുറച്ച് നമ്മളോട് നല്ല സോഫ്റ്റായിട്ട് പെരുമാറുന്നവൻ്റെ അടുത്തായിരിക്കും പറയണത്.
അത് വിട്ടിട്ട് അവൻ അതിനെ ഇങ്ങനെയൊക്കെ ഉള്ള ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒക്കെ ആളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. മനുഷ്യ ജന്മം ഒന്നും ഉണ്ടോ, അത് ഈ വാശി ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. അത് ഇനിയുള്ള വേണമെങ്കിൽ ഞാൻ പറയാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും വാശിയും വൈരാഗ്യവും വെക്കാത്ത രീതിയിൽ ഒന്നും അധികം സംസാരിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നം വന്നത്. എല്ലാം നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക. എത്ര ബന്ധുക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും അവരവർക്കൊരു ജീവിതമായി കഴിഞ്ഞാൽ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല. ഞാൻ ഈ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഈ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേന്ന്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയാമോ, അധികമായിട്ട് എല്ലാം ഇപ്പോൾ സഹോദരന്മാരാണെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവരുടെ സ്വഭാവം എല്ലാവരും ഉണ്ടാവും എന്ന് ഞാൻ പറയണില്ല കേട്ടോ, മിക്കവരുടെ കുടുംബത്തിലെ കാര്യം പറയണതാണേ. അങ്ങനെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ചിലവർക്ക് ഓവർ സ്മാർട്ട് കാണിക്കണു, ചിലപ്പോൾ ഓവർ അധികാരം കാണിക്കൽ, അത് മറ്റു സഹോദരൻ്റെ ഭാര്യകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം പല വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നവരല്ലേ ഇവരെല്ലാവരും. അങ്ങനെ പല വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും. ഒരാൾ പറഞ്ഞ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അധികാരം കാണിക്കാൻ പോകരുത്. മൂത്ത സഹോദരനാന്ന് കരുതിയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ സഹോദര ഭാര്യയാണ് ഞാൻ പറഞ്ഞാണ് ശരി. ഈ നമ്മൾ സീരിയലിലൊക്കെ കാണില്ലേ, മിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ ആട്ടോ പ്രശ്നം വന്നത്. ഒരുപാട് ഓവർ സ്വാതന്ത്ര്യം കാണിച്ചു. കാരണം ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക, എല്ലാ കാര്യങ്ങളും പറയുക. അവസാനം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലൊരു ഇത് വരും. അധികം അടുക്കാതിരുന്നാൽ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല. ആവശ്യത്തിന് സംസാരിക്കുക, ആവശ്യത്തിന് വരിക, പോവുക. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. കാരണം അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്കധികം വൈരാഗ്യമോ വാശി എന്നുള്ള സംഭവം ഒന്നും അവിടെ വരില്ല. കാരണം ഇങ്ങനെയുള്ള കൂടുതൽ അടുത്ത് കഴിയുമ്പോഴേ പല പ്രശ്നങ്ങൾ വരും. ഫാമിലിയിൽ പല വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിശയൊക്കെ മാറിപ്പോയി എന്ന് വരും. ചിലവർക്ക് ചിലത് ഇഷ്ടപ്പെട്ടു എന്നുമല്ല, ചിലവർ വായിലുള്ളത് പറഞ്ഞു പോകണം, മനഃപൂർവ്വം പറഞ്ഞായിരിക്കില്ല, ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകണമായിരിക്കും. പക്ഷെ അത് മൂന്നാമതിന് അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്നവന് അത് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല. അപ്പം പിന്നെ മനസ്സിൽ അതൊരു കോറി ഇട്ട് കഴിഞ്ഞാൽ, എന്താ പറയുക, ഒരു പോറൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അത്. അല്ലെങ്കിൽ അതുപോലെ പാവമായിരിക്കണം, ഒന്നും അറിയാത്ത ഒരു പഞ്ചപാവം എന്ന് പറയില്ല, അങ്ങനെ ഒരു പാവമായിരിക്കണം. വായിൽ കോരിട്ട് കുത്തിയാലും അത് കുത്തു കൊണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കണം. ഈ മനുഷ്യ ജന്മം ഉണ്ടോ അതുവരെ ഈ വാശി ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. അല്ലാതെ ഒന്നും ഈ ലോകം മുന്നോട്ടും നമ്മളെല്ലാം പക്ക ക്ലിയറായിട്ടൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മളൊക്കെ വെറും സാധാരണക്കാർ, എത്രയേ ഉള്ളൂ. കുറച്ചൊക്കെ വേണമെങ്കിൽ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം. പക്ഷെ ഓവറായിട്ട് നമ്മളെ പറ്റി ഒരാൾ എന്തെങ്കിലും പറയണോ, അല്ലെങ്കിൽ ഓരോ ഫാമിലിയിലുള്ളവർ ചില പ്രോബ്ലമൊക്കെ നമുക്ക് കാണാം. നമ്മൾ പേപ്പറിലായിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂസിൽ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കൊലപാതകം വരെ എത്തുന്നത് ചില വാശിയും വൈരാഗ്യത്തിൻ്റെ പേരിലല്ലേ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പാഠമായിട്ട് എടുക്കാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അധികം അടുക്കാതിരിക്കണം, ഏറ്റവും ബെസ്റ്റ് അതാണെന്ന് ഞാൻ പറയുള്ളൂ. അധികം ഒരു ലിമിറ്റ് വെച്ച് പോവുക. നമ്മൾ പരമാവധി അധികം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട്, എല്ലാം വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട്, അത് ഏറ്റവും തെറ്റാട്ടോ, ഒട്ടും പറയരുതെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ചില സമയത്ത് നമ്മൾ വെറും വിഡ്ഢികളായി പോകും. നമ്മുടെ മനസ്സിലുള്ളതൊക്കെ നമ്മളിങ്ങനെ തത്ത പറയണ പോലെ പറയും. പക്ഷേ ചിലവന്മാർ അത് വെച്ച് മുതലെടുക്കണവരുണ്ടാവും. അത് അവരുടെ കാര്യങ്ങളൊന്നും അവർ പുറത്ത് പറയില്ല കേട്ടോ. ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ചു പോയി പറയണത്, എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരോടും പറയണം. അതൊക്കെ നിർത്തണതേ. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്, എല്ലാം അങ്ങനെ തുറന്നു പറഞ്ഞു. അതൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ശരിയാ. അപ്പോൾ എല്ലാവരും പറയും അന്ന് വഴക്കില്ല, ഒന്നുമില്ല എന്ന്. ശരിയായിരിക്കാം, ഇപ്പോഴത്തെ ആഹാരത്തിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ ഈ വഴക്കിങ്ങനെ എപ്പോഴും വരുന്നതും. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഓരോ പെരുമാറ്റ രീതിയൊക്കെ ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകം ഇപ്പം അങ്ങനെയല്ലേ പോണത്, എന്തൊക്കെ കേൾക്കണം നമ്മളില്ലേ. അധികം സംസാരിക്കാതെ എല്ലാം ഒരു അകലം പാലിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വാശിയും വൈരാഗ്യവും ഇല്ലാതെ ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ. നാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.